ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ പൊളിറ്റിക്കൽ വന്നത്. അല്ലാതെ കുറേ സിനിമകൾ അഭിനയിച്ചതിന് ശേഷം ചാടി വീണതല്ല. അമിത്ഷായിട്ടുള്ള ഒരു 1-to-1 മീറ്റിങ്ങിലാണ് ഞാൻ എൻ്റെ പാർട്ടി ഇതിലേക്ക് ലയിച്ചത്. എൻ്റെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കണം. അതല്ലാതെ ഇവർ ഒരു ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ അവിടെ പോയി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കില്ല. ചുമതല എനിക്ക് തരണം. വെറുതെ എൻ്റെ നെറ്റിയിലൊട്ടിക്കാനായിട്ട് വൈസ് പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനം കിട്ടിയിട്ട് കാര്യമില്ല. താങ്കൾക്ക് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ മത്സരിക്കും ഒരു സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല. കാരണം അതിന് BJP ആ ശക്തി ആയിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് ശക്തി ആവട്ടെ. പിന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു 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 ഭീതി ഇപ്പോഴുണ്ട്. BJP RSS എന്നൊക്കെ പറഞ്ഞ ഭീതിയുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിച്ചാലാണ് അവരുടെ ആ അഭിപ്രായങ്ങൾ മാറുന്നത്. അതൊക്കെ ഈ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടികളും ഒരു അളവ് വരെ മീഡിയ ഒക്കെ ഉണ്ടാക്കുന്ന തരം ഒരു തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണയാണെന്ന് ജനങ്ങൾ ഓരോ വീടുകളിലും പോയി പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വലിയൊരു റോഡ് ഷോ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വലിയൊരു ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്തുകൊണ്ടൊന്നും ജനങ്ങൾ പറ്റില്ല. ദേ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്, ദേ ഹാവ് ടു സെറ്റ് ഇറ്റ് ഔട്ട്. താങ്കൾ ഇവിടെ വന്ന് BJPയുമായി പ്രവർത്തിച്ചു തുടങ്ങി 4 വർഷമാകുന്നു. അപ്പോൾ താങ്കൾ പൂർണ്ണമായി തൃപ്തനല്ല. ഐ എം നോട്ട് ഹാപ്പി. താങ്കൾ ഇനി എന്താണ് താങ്കളുടെ ഒരു ഭാവി തീരുമാനം എന്താണ്? അത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു സൈലൻറ്റ് മോഡിലാണ്. ഞാൻ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ. ഞാനിപ്പോൾ ഒരു സൈലൻറ്റ് മോഡിലാണ്. ആ സൈലൻറ്റ് നോക്കണം. അപ്പോൾ സൈലൻറ്റ് മോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അതായത് കൺസേൺഡ് ലീഡേഴ്സ് ഷുഡ് നോ അബൌട്ട് ഇറ്റ്. വൈ ദിസ് മാൻ ഇസ് സൈലൻറ്റ്? എൻ്റെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കണം. അതല്ലാതെ ഇവർ ഒരു ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ അവിടെ പോയി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കില്ല. ഐ വിൽ നെവർ ഡു ഇറ്റ്. ഞാൻ എൻ്റെ പാർട്ടിയുള്ള സമയത്ത് 2 ഇലക്ഷൻ ഫേസ് ചെയ്ത ആളാണ്. തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ ഇതേപോലെ BJP പോലുള്ള ഒരു പാർട്ടി അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ, അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാതെ എൻ്റെ അടുത്ത് വരികയാണ്, നിങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് പോകാമെന്ന് പറഞ്ഞാൽ ഐ വിൽ സേ. നിലവിൽ താങ്കൾ തൃപ്തരല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ആലോചന ഇല്ല, ഒരിക്കലും. ഞാൻ എന്തായാലും BJP ചേർന്നു. അങ്ങനെ പാർട്ടി വിട്ടു പോകുന്നൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എനിക്കൊരു സ്ഥാനം, ഞാനിപ്പോൾ ഒരു വൈസ് പ്രസിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഏത് വൈസ് പ്രസിഡൻ്റാണ്? പുതിയ ഭാരവാഹി പട്ടികയിൽ താങ്കളുടെ പേര് കാണുന്നില്ല. ഇല്ല, അത് എനിക്കറിയില്ല. താങ്കൾ നിരാശനാണ്? ഒന്നുമില്ല, ഒരു നിരാശയുമില്ല. കാരണം ഞാൻ ഈ ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഞാനും മെമ്പറാണ്. അതിൽ ഞാൻ എൻ്റെ പൊട്ടൻഷ്യാലിറ്റി, എൻ്റെ കഴിവുകളും ഈ കഴിഞ്ഞ 2021 അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റിന് അന്നത്തെ ലോക്സഭ പ്രവർത്തിച്ചല്ലോ, അതിൻ്റെ ക്യാമ്പയിനിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ കുറേ ക്യാമ്പയിനും കൂടെ ഒരുപാട് ഹെൽപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കാതെ അവർ അങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ നേരത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? ഇപ്പോഴാണ്. ഇപ്പം ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തിനല്ല താങ്കൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് താങ്കൾ വൈസ് പ്രസിഡന്റ്, അതെ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് കാരണം ഞാൻ പോയത് മറ്റേ അമിത്ഷായുടെ ഓഫീസിൽ പോയി. അമിത്ഷായിട്ടുള്ള ഒരു 1-to-1 മീറ്റിങ്ങിലാണ് ഞാൻ എൻ്റെ പാർട്ടി ഇതിലേക്ക് ലയിച്ചത്. 2021 മാർച്ച് 7-ാം തീയതി, അതായത് ഇതിന് മത്സരം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് മുൻ പ്രസിഡൻറ്റ് സുരേന്ദ്രൻജി എൻ്റെ അടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 വർഷമായിട്ടും അങ്ങനെ ഒരു താങ്കൾക്ക് എന്തെങ്കിലും പദവി അവർ ആ സമയത്ത് തന്നില്ല? ചുമതല എന്തെങ്കിലും? ചുമതലയില്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് എന്നുള്ള ബോർഡ് പഠിപ്പിച്ചു. വൈസ് പ്രസിഡന്റ്, ഐ എം എ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് ഈ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ഉണ്ടല്ലോ, അത് ജോർജ് കുര്യനാണ് അത് ഒപ്പിട്ടിട്ടുള്ളത്. എന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഓർഡറിൽ ഇദ്ദേഹമാണ് ഒപ്പിട്ടിട്ടുള്ളത്. പക്ഷെ അതിന് ശേഷം വൈസ് പ്രസിഡൻ്റ് ഒരു സ്ഥാനം മാത്രമാണ്, ചുമതല എനിക്കില്ല. ഒരു മന്ത്രി വിത്തൗട്ട് പോർട്ട്ഫോളിയോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്കെന്ന് എൻ്റെ കയ്യിൽ വഴിയില്ല. താങ്കൾക്ക് ചുമതല ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ താങ്കളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് കൊണ്ടുപോകാൻ. തീർച്ചയായിട്ടും ചുമതല തരണം. ആ ചുമതല നൽകാത്തതിൽ താങ്കൾക്ക് നിരാശയല്ല, വേദനയുണ്ട്. നിരാശ ഒന്നുമില്ല. കാരണം ഞാൻ BJP ചേർന്നിട്ട് വലിയ ആളാവണമെന്നല്ല. ഞാൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ അത് BJP എന്ന പാർട്ടി, ഞാൻ BJPക്കും കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും എതിരായിട്ട് 2 ഇലക്ഷനിൽ മത്സരിച്ച ആളാണ്. ഞാൻ BJPക്ക് എതിരായിട്ട് ഇലക്ഷൻ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി, ഇയാളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഒരു കമ്മിറ്റ്മെൻറ്റ് എല്ലാവർക്കും വേണമല്ലോ. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. പഠിച്ച രാഷ്ട്രീയമാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ ഇലക്ഷനിൽ വന്നത്, പൊളിറ്റിക്കൽ വന്നത്. അല്ലാതെ കുറേ സിനിമകൾ അഭിനയിച്ചതിന് ശേഷം ചാടി വീണതല്ല. KSUവിൽ ഞാൻ വളരെ അഗ്രസീവായിട്ടുള്ളൊരു മെമ്പറായിരുന്നു എൻ്റെ വിദ്യാർത്ഥി ലൈഫിൽ. അപ്പോൾ എനിക്ക് എന്താണ് രാഷ്ട്രീയം എന്ന് അറിയാം. അങ്ങനത്തെ ഒരാളുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം BJPക്കാണ്, എനിക്കല്ല. ഞങ്ങളിത് ദേശീയ നേതാക്കൾ, ഇപ്പോൾ അമിത്ഷാജിക്ക് വന്നല്ലോ, ദേശീയ നേതാക്കളുമായി ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യും? ഇല്ല, അതിനുള്ള സമയവും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഇത് എൻ്റെ വികാരമാണ്. ഞാനൊരു BJPക്കാരനാണ്. ഞാൻ എന്നും BJPക്കാരനായിരിക്കും, പുറത്തു പോകുന്ന പ്രശ്നമില്ല. പക്ഷേ ഐ വാണ്ട് ടു ഡു സംതിങ് ഗുഡ് ഫോർ ദി പീപ്പിൾ, എസ്പെഷ്യലി കേരള. അതിനുള്ള ഒരു സംവിധാനം എനിക്ക് തരണം, ഒരു ചുമതല എനിക്ക് തരണം. വെറുതെ എൻ്റെ നെറ്റിയിൽ ഒട്ടിക്കാനായിട്ട് വൈസ് പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനം കിട്ടിയിട്ട് കാര്യമില്ല. 4 വർഷമായിട്ട് ഞാൻ അത് നടക്കാണ്. അപ്പോൾ എനിക്കൊരു പോർട്ട്ഫോളിയോ വേണം. ഐ ഷുഡ് ഹാവ് എ പോർട്ട്ഫോളിയോ ടു വർക്ക്.